ഇന്ന് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളും ഏതോ ഒരാൾ കണ്ടുപിടിച്ചതായിരിക്കും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്കിപ്പോ ഒഴിച്ചുകൂടാൻ പറ്റാതായിട്ടുള്ള സേഫ്റ്റി പിന്നുകൾ എങ്ങനെയാണ് അല്ലെങ്കിൽ ആരാണ് ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്കറിയോ? ശരിക്കും ഒരു $15 കടം തീർക്കാൻ തുടങ്ങിയ പരീക്ഷണമായിരുന്നു ഈ ശതകോടികളുടെ സാമ്രാജ്യത്തിലേക്ക് നയിച്ചത്. എന്നാൽ ഇത് അനുഭവിക്കാൻ ആ ഉണ്ടാക്കിയ വ്യക്തിക്ക് യോഗം ഉണ്ടായിരുന്നില്ല. 1849 ഒരു ദിനം ന്യൂയോർക്കിലെ തന്റെ ചെറിയ വർക്ക്ഷോപ്പിൽ വാൾട്ടർ ഹണ്ട് ആകെ അസ്വസ്ഥനായി ഇരിക്കുകയായിരുന്നു. ഒരു വശത്ത് പുതിയ എന്തെങ്കിലും നിർമ്മിക്കണമെന്ന ശാസ്ത്രജ്ഞന്റെ ആവേശം, മറുവശത്ത് $15 കടം വീട്ടണമെന്ന സുഹൃത്തിന്റെ സമ്മർദ്ദം. അന്നത്തെ കാലത്ത് അതൊരു വലിയ തുക തന്നെയായിരുന്നു. എങ്ങനെയെങ്കിലും ഈ കടം വീട്ടാൻ പുതുതായി എന്തെങ്കിലും ഒന്ന് നിർമ്മിക്കണമെന്ന ചിന്തയിൽ അദ്ദേഹം തന്റെ കയ്യിലിരുന്ന 8 ഇഞ്ച് നീളമുള്ള ഒരു പിച്ചള കമ്പി കഷ്ണം വെറുതെ വളച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് വസ്ത്രങ്ങൾ കൂട്ടിയിണക്കാൻ ഉപയോഗിച്ചിരുന്ന സ്ട്രെയിറ്റ് പിന്ന് വലിയൊരു ശല്യമായിരുന്നു. അവ ശരീരത്തിൽ കുത്തി മുറിവേൽക്കുന്നത് പതിവായിരുന്നു. കമ്പി കഷ്ണത്തിൽ വിരലുകൾ ചലിക്കുന്നതിനിടയിൽ ഹണ്ടിന്റെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പോലെ ആ ആശയം ഉദിച്ചു. 3 മണിക്കൂർ നേരത്തെ കഠിനമായ പരിശ്രമത്തിനൊടുവിൽ അദ്ദേഹം ആ പിച്ചള കമ്പിയെ വിസ്മയിപ്പിക്കുന്ന ഒരു രൂപത്തിലേക്ക് മാറ്റിയെടുത്തു. കമ്പിയുടെ ഒരറ്റത്ത് വസ്ത്രത്തിൽ കുത്താൻ പാകത്തിന് മൂർച്ച കൂട്ടുകയും മറ്റേ അറ്റത്ത് വിരലുകളിൽ കുത്താത്ത രീതിയിലുള്ള ഒരു സ്പ്രിംഗ് ലോക്കും അദ്ദേഹം ഘടിപ്പിച്ചു. ലോകം ഇന്നും ഉപയോഗിക്കുന്ന ആധുനിക സേഫ്റ്റി പിന്നിന്റെ ആദ്യ രൂപമായിരുന്നു അത്. തന്റെ കണ്ടുപിടുത്തത്തിന് 1849 ഏപ്രിൽ 10 വാൾട്ടർ ഹണ്ട് പേറ്റന്റ് കരസ്ഥമാക്കി. തന്റെ മുന്നിലുള്ള ആ $15 കടം ഉടൻ തീർക്കണമെന്ന തിരക്കിലായിരുന്നു അദ്ദേഹം. ശാസ്ത്രീയമായ ബുദ്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നെങ്കിലും കച്ചവട കണ്ണുകൾ അദ്ദേഹത്തിനില്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അധികം വൈകാതെ WR ഗ്രേസ് ആൻഡ് കമ്പനി എന്ന സ്ഥാപനത്തിന് അദ്ദേഹം തന്റെ പേറ്റന്റ് വിറ്റു. അതും എത്ര തുകയ്ക്കാണെന്നറിയോ? ഇന്നത്തെ ശതകോടികൾ വരുമാനം ഉണ്ടാക്കുന്ന ആ പേറ്റന്റ് അദ്ദേഹം വിറ്റത് വെറും $400. തന്റെ സുഹൃത്തിന് നൽകാനുള്ള കടം വീട്ടാനും ബാക്കിയുള്ള പണം കൊണ്ട് മറ്റു പരീക്ഷണങ്ങൾ നടത്താനും ആ തുക മതിയെന്ന് അദ്ദേഹം വിശ്വസിച്ചു. എന്നാൽ അവിടെയായിരുന്നു ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു വൗ ഫാക്ടർ ഒളിഞ്ഞു കടന്നിരുന്നത്. വാൾട്ടർ ഹണ്ടിന്റെ കയ്യിൽ നിന്ന് $400 ആ പേറ്റന്റ് വാങ്ങിയ കമ്പനി പിന്നീട് നേടിയത് കോടാനക്കോടി ഡോളറുകളാണ്. ഒരുപക്ഷെ വാൾട്ടർ ആ പേറ്റന്റ് വിൽക്കാതെ സ്വന്തമായി ബിസിനസ് ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേരും ഉണ്ടായേനെ. ചില സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ അങ്ങനെയാണ്. നമ്മുടെ കയ്യിലുണ്ടാകുമ്പോൾ നമുക്കൊരു പക്ഷെ അതിന്റെ മൂല്യം വലുതായി മനസ്സിലായിക്കൊള്ളണം എന്നില്ല. നമുക്കെല്ലാവർക്കും ഓരോ തീരുമാനങ്ങളും നല്ല രീതിയിൽ എടുക്കാൻ കഴിയട്ടെ. ഹാവ് എ നൈസ് ഡേ.